ഹലോ, വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെൻറ്റർ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളിനെ വെച്ചിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ടൂള് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പ്രസൻറ്റേഷൻ ടൂൾ പരിചയപ്പെടുത്തിയ സെയിം സൈറ്റ് തന്നെ AI ഗാമ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് AI ഗാമ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ gama.app എന്ന് പറയുന്ന സൈറ്റ് ലോഡായി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈനപ്പിനൊരു ഓപ്ഷൻ കാണും. ആ സൈനപ്പിൽ പോയിട്ട് നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു 400 ക്രെഡിറ്റ്സോളാണ് കിട്ടുക. അത്രയും ക്രെഡിറ്റ്സിനുള്ള വർക്കുകളെ നമുക്ക് ആ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ട്. അതിനുശേഷം അത് പെയ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സൈറ്റിലേക്ക് gama.app ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് സൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. ഇവിടെ മുകളിൽ നിങ്ങൾ കാണുന്നത് പോലെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. യു ജസ്റ്റ് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് വ്യൂ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാണാൻ പറ്റും. സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ എനിക്ക് 400 ക്രെഡിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പുതിയതായിട്ട് വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള അക്കൗണ്ടിലൊക്കെ ക്രെഡിറ്റ് ഓൾറെഡി ഓവറായിപ്പോയി. ഓക്കെ, സോ ക്രിയേറ്റ് ന്യൂ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ജനറേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. ദെൻ ഇവിടെ പ്രസൻറ്റേഷൻ, ഡോക്യുമെൻ്റ്, വെബ് പേജ്, 3 കാര്യങ്ങൾ നമുക്ക് ഈ AI ഗാമ ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കുന്ന വെബ് പേജാണ്. സോ നിങ്ങൾ വെബ് പേജ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്താണോ കുറിച്ചിട്ടാണോ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടത് ആ കണ്ടൻറ്റ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ പേര് കൊടുത്തു, എന്നിട്ട് അക്കാദമിക് യൂട്യൂബർ ആൻഡ് പ്രൊഫസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരിക്കും ഇവരെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് തരിക. അതിനുശേഷം നമുക്ക് ജനറേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതുപോലെ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാം. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സേവ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ അക്കാദമിക് യൂട്യൂബർ ആൻഡ് പ്രൊഫസർ, പിന്നെ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇവിടെ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ അതനുസരിച്ചിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മുടെ ടൂൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാം. അപ്പോൾ ഇവിടെ താഴെ കാണുന്നത് പോലെ തന്നെ എന്തൊക്കെയാണ് പ്രിവ്യൂ എന്നുള്ളത് നമ്മളോട് ടൂൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം നമ്മളെക്കുറിച്ച് പറയും, അബൌട്ട് മൈസെൽഫ്, ദെൻ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ നമുക്ക് ഏകദേശം 9 കാർഡ്സോളം, അതായത് 9 ഫീഡ്സോളം നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. സോ ഇവിടെ വേണമെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത പോലെ ആഡ് കാർഡ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് പ്രസ് ദാറ്റ് കണ്ടിന്യൂ ബട്ടൺ. അപ്പോൾ നമുക്ക് നമ്മുടെ gama.app എന്ന് പറഞ്ഞ വെബ്സൈറ്റ് AI ടൂൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെറ്റപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളോട് ഒരു പ്രിവ്യൂ ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രിവ്യൂ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു തീം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നിന്ന്. അപ്പോൾ ഏത് തീമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആ തീമിൻ്റെ പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് ആ പ്രിവ്യൂ വരിക. ആ തീമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് രീതിയിൽ പ്രിവ്യൂ വരുമെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിവ്യൂ സെലക്ട് ചെയ്യുക, ദെൻ കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾ കണ്ടോ പിക്ക് എ തീം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വയലറ്റ് ഷെയ്ഡിൽ ഒരു ബട്ടൺ ഉണ്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യു ജസ്റ്റ് കണ്ടിന്യൂ ദാറ്റ് ജനറേറ്റ് ബട്ടൺ. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ ടൂള് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 1 മിനിറ്റോളം കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിക്കും കേട്ടോ. സോ യു ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പേജുകളായിട്ട് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നത് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ഡെക്കിൽ കണ്ടതുപോലെ തന്നെ കുറേ കാർഡ്സ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ആദ്യത്തെ കാർഡിൽ നമ്മുടെ മൈസെൽഫ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതിനുശേഷം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. ഓരോരോ കാർഡായിട്ടാണ്. സോ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ
നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. AI ടൂൾ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ജനറേറ്റ് ചെയ്ത് തരുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പദമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അതായത് ഏത് രീതിയിലാണോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മളവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നത് ആ രീതിയിലുള്ള ഒരു കണ്ടൻ്റ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ AI ടൂൾസ് എല്ലാം തന്നെ ജനറേറ്റ് ചെയ്ത് തരിക. ഇൻക്ലൂഡിങ് ChatGPT, ഗൂഗിൾ ബാർഡ്, ഏതോ ആയിക്കോട്ടെ, ഇവരെല്ലാവരും നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു അക്കാദമിക് യൂട്യൂബർ ആൻഡ് പ്രൊഫസർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ദാറ്റ് ദേ ആർ സെലക്ടിങ് എനി ഏരിയ. ഇവിടെ എനിക്ക് ഫിലോസഫി എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് അവർ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതിന് പകരം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അക്കാദമിക് യൂട്യൂബർ വിത്തിൻ ദ ഏരിയ ഓഫ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ബയോഡേറ്റ ആയിരിക്കും ചിലപ്പോൾ എന്നെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പിക്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പിക്ചേഴ്സും അതനുസരിച്ചിട്ട് ബാക്കിയുള്ള കണ്ടൻസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓരോരോ പേജായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവാർഡ്സ് എന്ന് പറഞ്ഞൊരു പേജ് ജനറേറ്റ് ചെയ്തു. ദെൻ കോൺടാക്റ്റ് ആൻഡ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റത്തെ പേജ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഗാമ AI നമുക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഓൾസോ ആഡഡ് ഇൻ ദ ലാസ്റ്റ് പേജ്. അപ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് യാതൊരു എഫേർട്ടും ഇല്ലാതെ നമ്മുടേതായിട്ടുള്ള നല്ലൊരു വെബ് പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ പ്രിവ്യൂ ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ ബോക്സിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ മുകളിൽ പബ്ലിഷ് കൊടുക്കുക. ദെൻ പബ്ലിഷ് ദിസ് പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വയലറ്റ് കളർ ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്, പബ്ലിഷ് ദിസ് സൈറ്റ്. ഇപ്പോൾ കണ്ടോ, ആ സൈറ്റിലേക്ക് വിസിറ്റ് സൈറ്റ് കൊടുത്തപ്പോൾ ആ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞു. കണ്ടോ, എൻ്റെ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ വെബ് പേജ് ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ആർക്കും വെബ് പേജ് ഇല്ല, നമുക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ല എന്നൊരു പരാതിയൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ AI ടൂൾ വെച്ചിട്ട് ഇതുപോലൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, പ്രയോജനമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.